കൊടുക്കുന്ന കാശിന് നല്ലൊരു മൂവി കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായി പോയി കണ്ടോളൂ. എക്കോ മൂവി ഒരു കിടുക്കാച്ചി മൂവി തന്നെ. കിഷ്കിന്ധകാണ്ഡം മൂവി ഇഷ്ടപ്പെട്ടവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ആ മൂവി ഇഷ്ടപ്പെടാത്ത പല ആളുകൾക്കും ചിലപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്കോ എന്ന വേർഡിന് ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കിടിലം പടം തന്നെയാണിത്. മനുഷ്യരെ കൊണ്ട് മാത്രമല്ല മൃഗങ്ങൾക്കും അഭിനയിച്ച് തകർക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ഒരു കിടുക്കാച്ചി പടം തന്നെ. ഇതിലെ നായകൾക്ക് പോലും വലിയൊരു സ്ക്രീൻ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അവരെല്ലാവരെയും എങ്ങനെയാണ് ട്രെയിൻ ചെയ്തെടുത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൂവി കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അടുത്തതെന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിന്റെ ക്യൂരിയോസിറ്റി വളരെ കൂടുതലായിരിക്കും. പടം തീർന്നു പോയതുപോലും അറിയില്ല. ചില പടങ്ങൾ കാണുമ്പോഴേ നമുക്ക് ഇത് തീരണ്ടായിരുന്നു എന്നെല്ലാം തോന്നിപ്പോവുകയുള്ളൂ. ആ ഗണത്തിൽപ്പെട്ട ഒരു കിടിലം മിസ്റ്റീരിയസ് പടം തന്നെയായിരുന്നു എക്കോ. സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, കാസ്റ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഡയറക്ഷൻ, മ്യൂസിക് ഒന്നും പറയാനില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു. ബാഹുൽ രമേശ് ഓരോ തവണ വന്ന് നമ്മൾ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂവി നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. മൊബൈലിലോ ടി വിയിലോ വന്ന് കാണുന്നതിനേക്കാളും നിങ്ങൾക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ്. നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ലൊരു മൂവി കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ. ആ ഗണത്തിൽപ്പെട്ട ഒരു കിടിലം ക്ലാസി മൂവി തന്നെയായിരുന്നു നമ്മുടെ എക്കോ. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയായിരുന്നു ഞാൻ ഈ മൂവി കാണുവാൻ വേണ്ടി പോയത്. പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. കൂടുതൽ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റോറി മുഴുവൻ പറഞ്ഞു പോകും. ആ ഒരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി നിർത്തുകയാണ്. മൂവി കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായി പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും പറയണം. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ നിങ്ങളുടേത്. ഒരുപക്ഷെ കിഷ്കിന്ധകാണ്ഡം ഇഷ്ടപ്പെടാത്തവർക്ക് ഇതും അത്രയധികം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും. എങ്കിൽ ഇതുപോലത്തെ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു കിടിലം പടമായിട്ട് തോന്നുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക.